നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ്. അപ്പോ പട്ടാമ്പിയുടെ ചിത്രത്തിന് ഇതുവരെ ഒരു വ്യക്തത വന്നിട്ടില്ല. ലീഗിന് വെച്ച് മാറുന്നു പറയുന്നു, അതല്ല കോൺഗ്രസ് തന്നെ മത്സരിക്കുന്നു പറയുന്നു. എന്താണ് എംപിയുടെ പ്രതികരണം? അങ്ങനെ ചർച്ച നടക്കുന്നുണ്ട്, പക്ഷെ തീരുമാനമായിട്ടില്ല. ഇതിപ്പോ ഇവിടെ നിന്നല്ല തീരുമാനിക്കേണ്ടത്, UDFന്റെ ഉന്നതാധികാര സമിതിയുടെ മുമ്പ് ഇരിക്കുന്ന പരിഗണനയിലിരിക്കുന്ന വിഷയമാണ്. അത് ഇപ്പൊ നിലവിൽ സീറ്റുകൾ അങ്ങോട്ടും കൂടെ ഒന്നും വെച്ചു മാറിയിട്ടില്ല. പത്രത്തിൽ മാധ്യമങ്ങളിൽ വരുന്നതാണ്. ആ ചർച്ച വളരെ ഗൗരവപൂർവ്വം നടക്കുന്നുണ്ട്. അതില് പട്ടാമ്പി, തിരുവമ്പാടി, കേരളത്തിലെ മറ്റു പല സ്ഥലങ്ങളും ആലോചനയിലുണ്ട്. അന്തിമമായ തീരുമാനമായിട്ടില്ല. ഭാര്യയ്ക്ക് മത്സരിക്കാൻ വേണ്ടിയിട്ട് കോങ്ങാട് വെച്ച് മാറുന്ന നിങ്ങളെ പോലുള്ള ആളുകളുടെ കുപ്രചരണമാണ്. കാരണം കോങ്ങാട് മാറുകയാണെങ്കിൽ ഏതെങ്കിലും സംവരണ സീറ്റായിട്ടാണ് മാറുക. പട്ടാമ്പി ജനറൽ സീറ്റാണ്. ഒരിക്കലും ഒരു ജനറൽ സീറ്റും സംവരണ സീറ്റും തമ്മിലുള്ള വെച്ച് മാറില്ല. അത് കോമൺ സെൻസ് ഇല്ലാതെ ചില പത്രക്കാർ പ്രചരിപ്പിക്കുന്നത്. ഓക്കെ, ഇനി വെച്ച് മാറുകയാണെങ്കിൽ പരാജയപ്പെട്ടിട്ടും കഴിഞ്ഞ 5 വർഷമായിട്ട് റിയാസ് മുക്കോളി ഇവിടെ തന്നെ ഉണ്ട്. അപ്പോ റിയാസ് മുക്കോളി ഏത് മണ്ഡലത്തിലേക്കാവും മാറ്റാം? ഇതെല്ലാം തീരുമാനിക്കുന്നത് കോൺഗ്രസ് പാർട്ടിക്ക് ഒരു സിസ്റ്റം ഉണ്ട്. KPCC ഇലക്ഷൻ കമ്മിറ്റി, അത് കഴിഞ്ഞാൽ സ്ക്രീനിംഗ് കമ്മിറ്റി AICC, അത് കഴിഞ്ഞാൽ സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റി. ഇപ്പൊ സ്ക്രീനിംഗ് കമ്മിറ്റിയുടെ പരിഗണനയിലാണ് പകുതി സ്ഥാനാർത്ഥികൾ. ഇനി പൂർണ്ണമായിട്ടും ഈ ജാഥ പുതുയുഗ യാത്ര തീരുന്നതോടുകൂടി തിരുവനന്തപുരത്ത് ചർച്ച നടത്തി അന്തിമമായ ഒരു രൂപരേഖ AICCക്ക് സമർപ്പിക്കണം. ഇപ്പൊ പ്രഖ്യാപിച്ചതൊന്നും ഔദ്യോഗികമായിട്ടല്ല. അതെല്ലാം ഓരോ പത്രമാധ്യമങ്ങൾക്ക് അവർക്ക് ഇഷ്ടമുള്ളതനുസരിച്ച് പാലക്കാടും തൃപ്പൂണിത്തറയും ഒക്കെ അവര് പ്രഖ്യാപിക്കുകയാണ്. ഞങ്ങളെ ഈ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുള്ള അധികാരങ്ങളും ഞങ്ങൾക്ക് വിട്ടുതരണം. പാലക്കാട് പിഷാരടിയുടെ പേര് കേൾക്കുന്നുണ്ട്, പരിഗണനയിലുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ ആള് എവിടെ തിരിച്ചു വരുമെന്ന് വെച്ച് അയാളെ പാർട്ടിയിൽ നിന്ന് നടപടി എടുത്തിരിക്കുകയാണ്. ഇപ്പോ ഭാവിയിൽ തിരിച്ചു വരുമോ വരാതിരിക്കുകയോ ചെയ്യാം. അതിപ്പോ പറയാൻ പറ്റില്ലല്ലോ. VK ശ്രീകണ്ഠന്റെ വാക്കുകളാണ് നിങ്ങൾ കേട്ടത്. രാഹുൽ മാങ്കൂട്ടം തിരിച്ചു വരുമോ എന്നുള്ള ചോദ്യത്തിന് അയാൾക്ക് അയാൾ പാർട്ടി നടപടി നേരിടുകയാണ്. ഭാവിയിൽ തിരിച്ചു വരാം, സാധ്യമാണ്. അതുപോലെ പാലക്കാട് രമേശ് പിഷാരടി മത്സരിക്കുമോ? പരിഗണനയിലുണ്ട് എന്നാണല്ലോ ഉത്തരം. പാലക്കാട് മത്സരിക്കോ ഇല്ല എന്നുള്ളത് പറഞ്ഞിട്ടില്ല കേട്ടോ. ഇപ്പോഴും പാലക്കാട് രമേശ് പിഷാരടി മത്സര രംഗത്തുണ്ട് എന്നുള്ളതാ പറഞ്ഞിട്ടുള്ളൂ. പാലക്കാട് മത്സരിക്കോ ഇല്ല എന്നുള്ളതൊന്നും പറഞ്ഞിട്ടില്ല. ഇവിടെ ഒരു കാര്യം നിങ്ങൾ ആലോചിക്കേണ്ടത്, പാലക്കാട് രാഹുൽ തന്നെയാ. പിന്നെ ആരാണ് പാലക്കാട്ടേക്ക് മറ്റു പലരെയും തിരികെ കയറ്റാൻ ശ്രമിക്കുന്നത്? ഇപ്പോൾ കണ്ണൻ ഗോപിനാഥൻ്റെ പേര് പറഞ്ഞത് ആരാണ്? ശ്രീനാദേവിയുടെ പേര് പറഞ്ഞത് ആരാണ്? അതുപോലെ K മുരളീധരൻ്റെ പേര് പറഞ്ഞത് ആരാണ്? ഏറ്റവും ഒടുവിലായിക്കൊണ്ട് രമേശ് പിഷാരടിയുടെ പേര് പറഞ്ഞത് ആരാണ്? കോൺഗ്രസ് ആണോ? അല്ല, പിന്നെ ആരാ പറഞ്ഞിരിക്കുന്നത്? കേരളത്തിലെ മാപ്രകളാണ്, മാധ്യമങ്ങളാണ്, അല്ലേ? അവർക്ക് എന്തും പറയാം. ശ്രീകണ്ഠൻ പറഞ്ഞതുപോലെ ഒരൊറ്റ കാര്യം നിങ്ങൾ ചെയ്താൽ മതി. എന്താണ്? നിങ്ങൾ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാനുള്ള അവകാശം അത് കോൺഗ്രസിന് വിട്ടുകൊടുക്കുക, അല്ലേ? അതല്ലാതെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികളെ കേരളത്തിലെ മാധ്യമങ്ങൾ തീരുമാനിക്കുന്ന ഒരപേക്ഷയാണ്. മനസ്സിലായില്ലേ? കോൺഗ്രസിൻ്റെ ആര് തീരുമാനിക്കണം, മത്സരിക്കണം എന്നൊക്കെ കോൺഗ്രസ് തീരുമാനിക്കൂലേ? എസ്പെഷ്യലി പാലക്കാട് പോലെ ഒരിടത്തൊക്കെ, അല്ലേ? ഓഫ് കോഴ്സ് അത് വെച്ചിട്ടാണ് കോൺഗ്രസ് അങ്ങനെ തീരുമാനിച്ചതിൻ്റെ ഫലമാണ് ഏറ്റവും ഒടുവിലായിക്കൊണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം അടൂരിൽ വെച്ചുകൊണ്ട് ശ്രീകണ്ഠനുമായിട്ട് രാഹുൽ മാങ്കൂട്ടം ചർച്ച നടത്തേണ്ടി വന്നത്. അപ്പോൾ കോൺഗ്രസ് ചിലതൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പം അതിനിടയിൽ ചിലപ്പോൾ നിങ്ങളെ പൊട്ടന്മാരാക്കാൻ, കേരളത്തിലെ മാപ്രകളെ പൊട്ടന്മാരാക്കാൻ പല വാർത്തകളും നിങ്ങൾക്ക് ചിലപ്പോൾ അവർ തന്നെ ഇട്ട് തരും. ആ കൂട്ടത്തിൽ ഇട്ട് തന്ന വാർത്തയാണോ ഈ രമേശ് പിഷാരടിയുടെ പേര് എന്ന് പോലും ഞാൻ സംശയിക്കുക. കാരണം ഇനി സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാവുന്നതിന് മുമ്പ് രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട് യാതൊരു വിധത്തിലുള്ള ഒന്നും പുറത്തേക്ക് വരരുത് എന്നുള്ള മീൻസ് ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുമ്പ് രാഹുൽ സ്ഥാനാർത്ഥിയാകുമെന്നുള്ള വല്ല ഉറപ്പ്, ആ ഉറപ്പ് രാഹുൽ സ്ഥാനാർത്ഥിയാകുമെന്നുള്ള ഒരു ഉറപ്പുണ്ടല്ലോ, രാഹുൽ മത്സരിക്കുമെന്നുള്ള ഒരു ഉറപ്പ്, ആ ഉറപ്പ് ലീക്കായിട്ട് കോൺഗ്രസ് രാഹുലിനെ സ്ഥാനാർത്ഥിയാക്കാൻ പോകുന്നു, അവരങ്ങനെ തീരുമാനിച്ചു എന്ന് പറഞ്ഞുകൊണ്ടുള്ള വിവാദങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസിൻ്റെ ഒരു തന്ത്രമാണ്, പരിഗണനയിലുണ്ട്. ഇങ്ങനെ വലിയ വലിയ പേരുകളൊക്കെ പാലക്കാടിനെ ചുറ്റിപ്പറ്റി
ഇങ്ങനെ ചർച്ചയാക്കുക. അപ്പോൾ ചർച്ചയാകുമ്പോൾ അതിലൂടെ എന്താണ് ഈ പറയുന്ന മറുവശത്ത് ഇങ്ങനെ രാഹുലിനെ പറ്റി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഘം ഉണ്ടല്ലോ, അവരെന്താ ആലോചിക്കുക? അവിടെ രാഹുലില്ല, അതുകൊണ്ടാണല്ലോ ഇപ്പോൾ പിഷാരടിയുടെ പേര് പറഞ്ഞു കേൾക്കുന്നത്, അതുകൊണ്ടാണല്ലോ ശ്രീനാദേവിയുടെ പേര് പറഞ്ഞു കേൾക്കുന്നത്, അതുകൊണ്ടാണല്ലോ കെ മുരളീധരൻ്റെ പേര് പറഞ്ഞു കേൾക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇത്തരം പ്രശസ്തരായിട്ടുള്ള ആളുകളുടെ പേരുകൾ പറഞ്ഞു കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എന്തുണ്ടാവും? രാഹുൽ അവിടെ മത്സരിക്കില്ല എന്നുള്ള ഒരു പ്രതീതി ഉണ്ടാകും. അങ്ങനെ അവരുടെ ശ്രദ്ധ മാറ്റാൻ വേണ്ടി അതന്നെ ആ പിരായിരിയിലെ പ്രാന്തൻ്റെ നേതൃത്വത്തിലുള്ള സംഘത്തിൻ്റെ ശ്രദ്ധ മാറ്റാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പല പേരുകളിലും ചർച്ചകൾ ഉണ്ടാക്കുക എന്നുള്ളത് എനിക്ക് തോന്നുന്നു അത് രാഹുലിൻ്റെ തന്നെ ഒരു തന്ത്രമാണെന്ന് തോന്നുന്നു. ഇനി രാഹുലാണോ ഇത്തരത്തിലുള്ള ചില ചർച്ചകൾ മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് ഇട്ടുകൊടുക്കുന്നത്? രാഹുൽ മാങ്കൂട്ടം തന്നെയാണോ എന്നുള്ള ഒരു സംശയം കൂടി എനിക്കുണ്ട്. മനസ്സിലായില്ലേ? കാരണം ഒരു ചർച്ചകൾ കാരണം എന്തെങ്കിലും ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നതിന് പകരം ഇത്തരത്തിൽ പല ചർച്ചകൾ ഉണ്ടാക്കി തന്നിലേക്ക് വരുന്ന ചർച്ചകളെ ഡൈവേർട്ട് ചെയ്ത് വിടാനുള്ള ഒരു ശ്രമമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടം പാലക്കാട് നിന്നുള്ള സ്ഥാനാർത്ഥിയാകുമെന്നുള്ള കാര്യമൊക്കെ ഏറെക്കുറെ ഇപ്പോൾ ഉറപ്പായിട്ടുണ്ട്. മനസ്സിലായില്ലേ? ഇപ്പോൾ ഈ പറഞ്ഞ പേരുകൾ ശ്രീനാദേവി കുഞ്ഞമ്മ, കെ മുരളീധരൻ, കണ്ണൻ ഗോപിനാഥൻ, അതുപോലെ രമേശ് പിഷാരടി, അതുപോലെ രാഹുൽ മാങ്കൂട്ടം. ഇപ്പോൾ KPCCയുടെ മുന്നിൽ പോയ പട്ടികയിൽ ഈ പേരുകളൊക്കെ ഉണ്ട്. AICCയുടെ മുന്നിലേക്ക് പോയ പട്ടികയിൽ ഈ പേരുകളൊക്കെ ഉണ്ട്. പക്ഷേ അത് പാലക്കാട് നിന്നല്ല, അത് കേരളത്തിലെ വിവിധ മണ്ഡലങ്ങളെ പ്രതിനിധാനം ചെയ്തുകൊണ്ടാണ് ഇവരുടെ പേരുകൾ AICCക്ക് മുന്നിലേക്ക് പോയിട്ടുള്ളത്. പാലക്കാട് നിന്ന് ആരുടെ പേരാണ് ഉള്ളത് എന്ന് ചോദിച്ചാൽ അത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേര് തന്നെയാണ്. മനസ്സിലായില്ലേ? ഇപ്പോഴും രാഹുലിൻ്റെ പേര് ചർച്ചയിലുണ്ട് എന്നുള്ള ഒരു പ്രതീതി പുറം ലോകം അറിയിക്കാതെ ഉള്ള ഒരു ശ്രമമാണ് എല്ലാവരും നടത്തിക്കൊണ്ടിരിക്കുന്നത്, കോൺഗ്രസ് നേതൃത്വം, അല്ലേ? ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ഒരു ജനറലായ കമൻറ്റ് പറയുക എന്നതിനപ്പുറം സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടിട്ടൊന്നും രാഹുലിൻ്റെ പേരുകൾ ആരും എവിടെയും പറഞ്ഞു കേൾക്കുന്നില്ല. പക്ഷേ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരുമ്പോൾ അവിടെ രാഹുലിൻ്റെ പേരുണ്ടാകുമെന്നുള്ളതാണ്. മനസ്സിലായില്ലേ? അത് ഞാൻ അങ്ങനെ പറയാനുള്ള കാരണം അത്തരത്തിലാണ് ചർച്ചകൾ നടക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഈ രാഹുലിനെതിരെ പ്രവർത്തിക്കുന്ന ഒരു സംഘം മറുവശത്തുണ്ട് എന്ന് ഞാൻ പറഞ്ഞില്ലേ. അവരുടെ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുൻപ് അത് രണ്ട് ഇമ്പാക്റ്റ് ഉണ്ടാക്കും. അതുകൊണ്ടാണ് ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുൻപ് പാലക്കാടുമായി ബന്ധപ്പെടുത്തി രാഹുലിൻ്റെ പേര് ചർച്ചയിൽ ഉണ്ടാവരുത് എന്ന് പറഞ്ഞാൽ മുഖ്യധാരാ ചർച്ചകളിൽ അത് ഉണ്ടാവരുത് എന്ന്, അല്ലെങ്കിൽ അത്തരം അവരുടെ ശ്രദ്ധ ആ ഒരു രാഹുലിനെ പാലക്കാട്ടേക്ക് ബന്ധപ്പെടുത്തിയുള്ള ചർച്ചകളിലേക്ക് അവരുടെ ശ്രദ്ധകൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ വലിയ പേരുകൾ അവിടെ ഉയർന്ന് കേൾപ്പിക്കുന്നത്. ഇത് കേൾപ്പിക്കുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, കോൺഗ്രസ് വളരെ രഹസ്യമായി ചില പഠനങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. എസ്പെഷ്യലി പാലക്കാടിനെ കുറിച്ച് വളരെ രഹസ്യമായിട്ട് ഒരു സർവേ അല്ലെങ്കിൽ ഒരു പഠനം കോൺഗ്രസ് നടത്തി എന്നുള്ളതാണ്. ആ പഠനം നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ തന്നെ മത്സരിപ്പിക്കുവാനുള്ള ഒരു വലിയ നീക്കം അല്ലെങ്കിൽ തയ്യാറെടുപ്പ് നടന്നിരിക്കുന്നത്. ഈ പഠനം എന്ന് പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിനെ സ്ഥാനാർത്ഥിയാക്കണോ, അല്ലെങ്കിൽ പാലക്കാട് രാഹുൽ മത്സരിച്ചില്ലെങ്കിൽ എന്തായിരിക്കും സ്ഥിതിവിശേഷം, രാഹുലിനെ മത്സരിപ്പിച്ചാൽ എങ്ങനെയായിരിക്കും സ്ഥിതിവിശേഷം, ഇതൊക്കെയാണ് പഠന വിധേയമാക്കിയിരിക്കുന്ന കാര്യങ്ങൾ. മനസ്സിലായില്ലേ? അതല്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിനെ മത്സരിപ്പിക്കുന്നില്ല, പകരം ആരെ മത്സരിപ്പിക്കണം എന്നുള്ള ചർച്ചയല്ല നടത്തിയിട്ടുള്ളത്. രാഹുലിനെ മത്സരിപ്പിക്കാതിരുന്നാൽ എന്ത് സംഭവിക്കും, മത്സരിപ്പിച്ചാൽ എന്ത് സംഭവിക്കും, രാഹുലിന് പകരം ഒരാളെ കോൺഗ്രസ് നിർത്തിയാൽ ഈ പറയുന്ന വോട്ടുകൾ എങ്ങോട്ട് പോകും എന്നുള്ളതൊക്കെ രീതിയിലുള്ള ചർച്ചകളാണ് നടന്നിരിക്കുന്നത്. അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ കോൺഗ്രസ്സിന് ഒരു കാര്യം മനസ്സിലായിട്ടുണ്ട്. ഈ വിവാദങ്ങളോ ആരോപണങ്ങളോ പരാതികളോ കേസുകളോ ഒന്നും തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ ഒരു രീതിയിലും ബാധിച്ചിട്ടില്ല, എഫക്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം കോൺഗ്രസ്സിന് വളരെ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ
രാഹുൽ മാങ്കൂട്ടം പാലക്കാട് മത്സരിപ്പിക്കാം എന്നുള്ള ഒരു രീതിയിലേക്ക് കോൺഗ്രസ് ചെന്നെത്തിയിട്ടുള്ളത്. മനസ്സിലായില്ലേ? ഇനി ഞാൻ ഒരു കാര്യം കൂടി പറയാം. ഇപ്പോൾ വരും ദിവസങ്ങളിൽ എത്രയും പെട്ടെന്ന് തന്നെ ഈ പറയുന്ന കോൺഗ്രസിൻ്റെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപനം ഉണ്ടാകും. മനസ്സിലായില്ലേ? അതിൽ പാലക്കാട് പ്രഖ്യാപനം ഉണ്ടാവില്ല. പാലക്കാട് ഒഴിച്ചിട്ടുള്ള പ്രഖ്യാപനമാണ് വരിക. അതായത് സിറ്റിംഗ് സീറ്റുകൾ, അതുപോലെ ചില മണ്ഡലങ്ങൾ സംവരണ സീറ്റുകളുണ്ട്. ഈ സംവരണ സീറ്റുകളിലേക്കും സിറ്റിംഗ് സീറ്റുകളിലേക്കുമുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനമാണ് ഈ വരും ദിവസങ്ങളിൽ എന്ന് പറഞ്ഞാൽ തൊട്ടു അടുത്തുള്ള ദിവസങ്ങളിൽ, മേ ബി ഈ ഒരു വീക്കിൽ തന്നെ അത് ചിലപ്പോൾ സംഭവിച്ചേക്കാം. അപ്പോൾ ആ വരുന്ന സ്ഥാനാർത്ഥി പട്ടികയിൽ പാലക്കാട്ടെ സ്ഥാനാർത്ഥി ആരാണ് എന്നുള്ളതിനെക്കുറിച്ച് ഒരു പ്രഖ്യാപനം ഉണ്ടാവില്ല. പാലക്കാട് ഒഴിച്ചു നിർത്തിയുള്ള പ്രഖ്യാപനമാണ് വരിക. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്ക് കിട്ടിയ ചില വിവരങ്ങളും അത്തരത്തിലാണ്. അങ്ങനെയാണ് പട്ടിക പുറത്തേക്ക് വരുന്നതെങ്കിൽ രണ്ടാം ഘട്ട പട്ടിക പ്രഖ്യാപനം വരുമ്പോൾ ആ കൂട്ടത്തിൽ പാലക്കാട് ഉണ്ടാകും. ആ പേര് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെതായിരിക്കും. അതല്ല, നേരെ മറിച്ച് ആദ്യഘട്ടത്തിൽ ഒരു സ്ഥാനാർത്ഥി പട്ടികയിൽ പാലക്കാട് ഉണ്ടാവുകയാണെങ്കിൽ അത് രാഹുൽ മാങ്കൂട്ടം ആയിരിക്കുകയുമില്ല താനും. മനസ്സിലാവുന്നുണ്ട് നിങ്ങൾക്ക് പറഞ്ഞ്? ആദ്യഘട്ടം പാലക്കാട് ഒഴിച്ചിട്ട് സ്ഥാനാർത്ഥി പട്ടിക വന്നാൽ രണ്ടാം ഘട്ടം വരുമ്പോൾ അവിടെ രാഹുൽ മാങ്കൂട്ടം സ്ഥാനാർത്ഥിയാകും. ഇനി അതല്ല, ആദ്യഘട്ടം പാലക്കാടിനെ മാറ്റി നിർത്തുന്നില്ല, പകരം പാലക്കാട് ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാവുകയാണെങ്കിൽ, ഒരു സ്ഥാനാർത്ഥിയുടെ പേര് പറയുകയാണെങ്കിൽ അത് രാഹുൽ മാങ്കൂട്ടമായിരിക്കില്ല, അത് മറ്റൊരാളും ആയിരിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൽ ഏറ്റവും വലിയ പോസിബിലിറ്റി എന്ന് പറയുന്നത് ആദ്യഘട്ടത്തിൽ പ്രഖ്യാപനം ഉണ്ടാവില്ല